നമസ്കാരം. കഥകൾ ഇഷ്ടപ്പെടുന്ന ഏവരെയും ഞാൻ DK നോട്ട്സ് എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ കഥ നിങ്ങൾക്കിഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുതേ. അപ്പോൾ നമ്മൾ തുടങ്ങുകയാണ്. കുടുംബക്ഷേത്രത്തിലെ ആ ദർശനവേളയിലുടനീളം ശിവപ്രിയ ചിന്തിച്ചുകൊണ്ടിരുന്നത് ജയദേവനെ പറ്റിയായിരുന്നു. കത്തിലെ ദേവേട്ടൻ ഈ ജയദേവൻ തിരുമേനി തന്നെ ആയിരിക്കുമോ? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് തിരുമേനി ഇതുവരെ വിവാഹം കഴിക്കാതിരുന്നത്? അവളുടെ സംശയങ്ങൾ മനസ്സിൽ ഉയർന്നു തന്നെ നിന്നു. ക്ഷേത്രത്തിൽ നിന്നും തിരികെ തറവാട്ടിലോട്ട് നടക്കുന്ന വഴി ഒരു വെളുത്ത കോണ്ടസക്കാർ അവർക്കരികിലായി വന്നു നിന്നു. അതിൽ നിന്ന് ഒരു വലിയ സ്വർണ്ണമാലയും പുറത്തിട്ട് തിളങ്ങുന്ന ജുബ്ബയും മുണ്ടും ധരിച്ച ഒരു മധ്യവയസ്കൻ ഇറങ്ങി വന്ന് കേശവക്കുറുപ്പിനോടായി തിരക്കി. കേശവ, നിനക്കെന്നെ ഓർമ്മയുണ്ടോ? താൻ സുകുമാരനല്ലേ, കളരിക്കലെ? കേശവക്കുറുപ്പ് ഒരു സംശയത്തോടെ ചോദിച്ചു. അപ്പോൾ താനെന്നെ മറന്നിട്ടില്ലല്ലേ? അതേടോ, സുകുമാരൻ തന്നെയാണ്. നമ്മുടെ ജയദേവൻ താൻ വന്ന വിവരം എന്നോട് പറഞ്ഞിരുന്നു. വർഷങ്ങൾ എത്രയാ കടന്നുപോയത്? എല്ലാം ഇന്നലെ കഴിഞ്ഞതുപോലെ തോന്നുന്നു. അല്ല, സുജാതയ്ക്ക് എന്നെ ഓർമ്മയുണ്ടോ? സുകുമാരൻ ചോദിച്ചു. ഉണ്ട് എന്ന് മാത്രം പറഞ്ഞ് സുജാത അയാൾക്കൊരു പുഞ്ചിരി സമ്മാനിച്ചു. തുടർന്ന് കേശവക്കുറുപ്പ് ശിവപ്രിയയെ അയാൾക്ക് പരിചയപ്പെടുത്തി. അവളുടെ കണ്ണുകൾ ആ മനുഷ്യനിൽ തന്നെയായിരുന്നു. ആ കണ്ണുകൾ മെല്ലെ കുറുകി. കളരിക്കലെ സുകുമാരൻ. അപ്പോൾ ആ കത്തിൽ പറഞ്ഞിരിക്കുന്ന രണ്ടുപേരും ഇവർ തന്നെയാണ്. ജയദേവൻ എന്ന ദേവേട്ടനും പിന്നെ ഈ കളരിക്കൽ സുകുമാരനും. ചിന്തകളിൽ നിന്ന് ഉണർന്ന അവൾ അദ്ദേഹത്തെ നോക്കി പുഞ്ചിരിച്ചു. തിരികെ തങ്ങളുടെ തറവാട്ടിൻ പടിക്കൽ എത്തിയപ്പോഴേക്കും രഘുനന്ദനൻ സ്റ്റേഷനിലേക്ക് പോകാൻ തയ്യാറായി ഇറങ്ങി നിൽക്കുകയായിരുന്നു. അവൻ്റെ ഉറച്ച ശരീരത്തിൽ ഇറുകിപ്പിടിച്ചിരുന്ന പോലീസ് വേഷം കൂടിയായപ്പോൾ അവൻ്റെ പൗരുഷം നിറഞ്ഞ സൗന്ദര്യം നന്നേ എടുത്തു തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ആ രൂപത്തിൽ നിന്നും കണ്ണെടുക്കാനാകാതെ ശിവപ്രിയ പരിസരം മറന്നു നോക്കി നിന്നുപോയി. അവൻ്റെ ആ വെള്ളാരം കണ്ണുകളും അവളിൽ തന്നെയായിരുന്നു. നിറയെ കുപ്പിവളകൾ അണിഞ്ഞ കൈകളാൽ വാഴയിലക്കീറിൽ പ്രസാദവും പിടിച്ചു നിൽക്കുന്ന അവൾ വെളുത്ത നെറ്റിത്തടത്തിൽ ചന്ദനക്കുറിയും ഗണപതി പ്രസാദവും തൊട്ടിരുന്നു. അവളുടെ ആ നീല നിറത്തിലെ പട്ടുപാവാടയിലും ബ്ലൗസിലും അവൾ നേരത്തേതിലും സുന്ദരിയായി അവന് തോന്നി. ആ നന്ദൻമോൻ ഇറങ്ങാറായോ? സുജാത കുശലൻ ചോദിച്ചു. അതേ അമ്മായി, ഇറങ്ങുകയായി. ഞാൻ ഇവിടുത്തെ സ്റ്റേഷനിൽ തന്നെയാണ്. പോയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർത്തിട്ട് ഉടൻ തന്നെ മടങ്ങിയെത്താം എന്ന് പറഞ്ഞ് തൻ്റെ മീശ പിരിച്ചുകൊണ്ട് അവൻ ഇടംകണ്ണിട്ട് ശിവപ്രിയയെ നോക്കി. ആ നോട്ടം താങ്ങാനാകാതെ എന്നവണ്ണം അവൾ തൻ്റെ കണ്ണുകൾ പിൻവലിച്ചു. ഉച്ചയ്ക്ക് ശേഷം രാമചന്ദ്രൻ മാഷിൻ്റെ തറവാട്ടിൽ ചെല്ലാമെന്ന് പറഞ്ഞിരുന്നല്ലോ. നീ വേഗം തന്നെ ഇങ്ങെത്തിയേക്കണേ, കേശവക്കുറുപ്പ് രഘുനന്ദനോടായി പറഞ്ഞു. ശരി അമ്മാവാ എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് രഘുനന്ദനൻ ജീപ്പിലേക്ക് കയറി. പറഞ്ഞതുപോലെ തന്നെ ഉച്ചയ്ക്ക് ശേഷം അവർ മാഷിൻ്റെ തറവാട്ടിലെത്തി. 1 മണിക്കൂറോളം യാത്രയുണ്ടായിരുന്നു മാഷിൻ്റെ തറവാട്ടിലേക്ക്. അവിടെ ചെന്നതും ശിവപ്രിയ വീണ്ടും അന്താളിച്ചു നിന്നുപോയി. തൻ്റെ അച്ഛൻ്റെ തറവാടിനേക്കാൾ പ്രൗഢിയിൽ അതാ മാഷിൻ്റെ തറവാട് ഉയർന്നു നിൽക്കുന്നു. അപ്പോൾ തൻ്റെ അച്ഛൻ പറഞ്ഞത് അവൾ ഓർത്തു. ഈ മാഷിന് തങ്ങളുടെ കുഗ്രാമത്തിൽ വന്ന് ഒരു ചെറിയ പള്ളിക്കൂടത്തിൽ പഠിപ്പിക്കേണ്ട ഒരാവശ്യവുമില്ലായിരുന്നു എന്നത് ശരി തന്നെയാണ്. പക്ഷേ ഇത്രയും കഷ്ടപ്പെടാതെ മാഷിന് അവിടെ വന്ന് പെണ്ണാലോചിച്ചാൽ പോരായിരുന്നോ? അവൾ ചിന്തിച്ചു നിന്നുപോയി. ആ ചിന്തയിൽ നിന്നും അവളെ ഉണർത്തിയത് ആ തറവാട്ടിലെ ആനയുടെ ചിഹ്നം വിളിയായിരുന്നു. അത് കേട്ട് നടുങ്ങി നിന്ന അവൾ പിന്നീട് കേട്ടത് ചുറ്റും നിന്നവരുടെ പൊട്ടിച്ചിരിയും. ആകെ സങ്കോചപ്പെട്ടു നിന്ന അവളിൽ രഘുനന്ദനൻ്റെ ആ ചിരി മാത്രം നേരിയ പരിഭവം ഉളവാക്കി. അവൾ മുഖം കൂർപ്പിച്ച് അവനെ നോക്കിയിട്ട് ചുണ്ടു വെട്ടിച്ച് കാണിച്ചു. അപ്പോഴേക്കും മാഷിൻ രവിയും ഇറങ്ങി വന്ന് അവരെ സ്വീകരിച്ച് അകത്തേക്ക് കൊണ്ടുപോയി. മാഷിൻ്റെ അച്ഛൻ്റെ അടുത്തേക്കാണ് അവർ ആദ്യം എത്തിയത്. അവിടേക്ക് അവരുടെ അമ്മയും എത്തിച്ചേർന്നു. കല്യാണി അമ്മയെയും രാമനാഥനെയും നേരത്തെ അറിയാമായിരുന്ന അവർക്ക് കേശവക്കുറുപ്പിനെയും സുജാതയെയും മാഷ് പരിചയപ്പെടുത്തി. ഓ, ഇതാണല്ലേ രവി വാതോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ശിവപ്രിയ? മാഷിൻ്റെ അമ്മ പെട്ടെന്ന് ചോദിച്ചു. അത് കേട്ട് ശിവപ്രിയ ഉൾപ്പെടെ എല്ലാവരും രവിയെ നോക്കി. രവി ആകെ വല്ലാണ്ടായി. ഈശ്വര, ഈ അമ്മ ഇതെന്ത് ഭാവിച്ചാണ്? അവൻ ചിന്തിച്ചു. അത് പിന്നെ ഞാൻ ആ നാട്ടിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ശിവപ്രിയയെ പറ്റിയും പറഞ്ഞിരുന്നു അല്ലേ അമ്മേ?
ആകെ പരിങ്ങിക്കൊണ്ട് രവി പറഞ്ഞൊപ്പിച്ചു. മാഷിൻ്റെ ചുണ്ടുകളിൽ ഒരു പുഞ്ചിരി വിടർന്നു. അദ്ദേഹം ഒന്ന് ഊറിച്ചിരിച്ചുകൊണ്ട് രംഗം വഷളാകാതിരിക്കാനായി, വരൂ, എന്തെങ്കിലും കഴിച്ചിട്ടാകാം ഇനി സംസാരം എന്ന് പറഞ്ഞ് എല്ലാവരെയും അകത്തേക്ക് ആനയിച്ചു. ചായയും പലതരം പലഹാരങ്ങളും തീന്മേശയിൽ നിരന്നു. തറവാട്ടുകാവിലെ പൂജയാണ് ഈ ഞായറാഴ്ച. വൈകുന്നേരം സർപ്പംതുള്ളലുമുണ്ട്. നിങ്ങളെ എല്ലാവരെയും ക്ഷണിക്കാൻ കൂടിയാണ് ഞങ്ങൾ വന്നത്, രാമനാഥൻ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ പറഞ്ഞു. പൊടുന്നനെ രഘുനന്ദനൻ്റെ കൈക്കിട്ട് ഒരു പിച്ച് കൊടുത്തുകൊണ്ട് ഒരു പെൺകുട്ടിയുടെ ശബ്ദം അവിടെ മുഴങ്ങി. പോലീസ് ഏമാൻ വന്നിട്ട് എന്നെ ഒന്ന് തിരക്കിയത് കൂടിയില്ലല്ലോ. ആ ശബ്ദത്തെ പിന്തുടർന്ന എല്ലാവരുടെയും കണ്ണുകൾ അതിൻ്റെ ഉടമയെ തിരിച്ചറിഞ്ഞു. കൃഷ്ണേന്ദു, മാഷിൻ്റെ ഏറ്റവും ഇളയ അനിയത്തിയായിരുന്നു അത്. പിച്ച് കൊണ്ടിടം തിരുമ്മിക്കൊണ്ട് രഘുനന്ദനൻ പറഞ്ഞു, എടി കാന്താരി, നീ നഖം വെട്ടാറൊന്നുമില്ലേ? നന്നായി വേദനിച്ചുവല്ലോ. വേദനിക്കാൻ തന്നെയാണ് പിച്ചിയത്, കൃഷ്ണേന്ദു പറഞ്ഞു. മോളെ, എന്താ ഇത്? ഇങ്ങനെയാണോ മുതിർന്നവരോട് സംസാരിക്കുന്നത്? അവളുടെ അച്ഛൻ അവളെ ശാസിച്ചു. അച്ഛനറിയോ, എൻ്റെ കോളേജിൽ ഫംഗ്ഷന് ഗസ്റ്റായി വരാമെന്ന് പറഞ്ഞതനുസരിച്ച് ഞാൻ എല്ലാം ഏർപ്പാട് ചെയ്തതാണ്. എന്നിട്ടോ പിന്നെതാ ഇപ്പോഴാണ് പോലീസ് ഏമാനെ കാണുന്നത്. അപ്പോൾ പിന്നെ എങ്ങനെ വെറുതെ വിടാൻ കഴിയും? എല്ലാവരും രഘുനന്ദനെ നോക്കി. അവൻ തുടർന്നു, സംഭവം ശരിയാണ്. പക്ഷേ അന്ന് മന്ത്രിയുടെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് പോകാൻ സാധിച്ചില്ല. അത് ഞാൻ കോളേജിൽ അറിയിച്ചിരുന്നു. പകരം വേറെ ആളിനെയും ഏർപ്പാട് ചെയ്തിരുന്നല്ലോ. അതൊക്കെ വന്നു. പക്ഷേ ഈ വെള്ളാരം കണ്ണുള്ള പോലീസ് ഏമാനെ എൻ്റെ സുഹൃത്തുക്കൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാനിരുന്നതാണ്. അത് സാധിച്ചില്ലല്ലോ. കൃഷ്ണേന്ദു പരിഭവത്തോടെ പറയുന്നത് കേട്ട് എല്ലാവരും ചിരിച്ചുവെങ്കിലും അവളുടെ കണ്ണിലെ തിളക്കം ഒരാൾ നന്നേ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അത് ശിവപ്രിയ തന്നെയായിരുന്നു. എന്തോ ഒരു നൊമ്പരം അവളുടെ ഹൃദയത്തെ കുത്തി നോവിച്ചു. തിരികെയുള്ള യാത്രയിലുടനീളം അവളുടെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. ഇടയ്ക്ക് അവൾ മെല്ലെ ഊറിച്ചിരിച്ചുകൊണ്ട് മനസ്സിൽ പറഞ്ഞു, നേരത്തെ പോലെ വെറുതെ കിനാവ് കാണണ്ട. എല്ലാം കൊണ്ടും അവർ തമ്മിൽ നല്ല ചേർച്ചയുണ്ട്. മാത്രവുമല്ല, പൂജ കഴിഞ്ഞ് തങ്ങൾക്ക് തിരികെ ഗ്രാമത്തിലേക്ക് തന്നെ പോകേണ്ടതുമല്ലേ. അങ്ങനെ കാവിലെ പൂജയുടെ ദിവസം വന്നെത്തി. പൂജയ്ക്കായി നേരത്തെ തന്നെ കാവും പരിസരവും ഒക്കെ വൃത്തിയാക്കിയിരുന്നു. പൂക്കളും തോരണങ്ങളും കൊണ്ട് അവിടെ ആകെ അലങ്കരിച്ചിരുന്നു. വർഷം തോറുമുള്ള വിശേഷാൽ പൂജയാണ്. ഗണപതി ഹോമവും നാഗദൈവങ്ങൾക്ക് അഭിഷേകവും നൂറുംപാലും സർപ്പബലിയും കലശപൂജയും ഒക്കെയുണ്ടായിരുന്നു. തറവാട്ടിലെ തായ്വഴിയിൽ ഉൾപ്പെടെയുള്ള എല്ലാ അംഗങ്ങളും അന്നേ ദിവസം അവിടെ എത്തിച്ചേർന്നിരുന്നു. വർഷങ്ങൾക്ക് ശേഷമുള്ള ആ ദിനത്തിൽ പോലും കേശവക്കുറുപ്പിൻ്റെയും കുടുംബത്തിൻ്റെയും സാന്നിധ്യത്തിൽ സന്തോഷമുള്ളവരും ഇല്ലാത്തവരും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. സന്ധ്യ മയങ്ങും മുന്നേ തന്നെ കളമെഴുത്ത് തുടങ്ങിയിരുന്നു. പ്രകൃതിദത്തമായ 5 വർണ്ണങ്ങൾ ചേർത്ത് അഷ്ടനാഗങ്ങളെ കളത്തിൽ ആലേഖനം ചെയ്തു. കുരുത്തോലകൾ കൊണ്ടും വാഴപ്പിണ്ടി വിളക്കുകൾ കൊണ്ടും അലങ്കരിച്ച സർപ്പക്കാവും പരിസരവും ആകെ പ്രകാശപൂരിതമായി. അത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയായി ശിവപ്രിയയ്ക്ക് തോന്നി. അവൾ ആദ്യമായാണ് ഇത്ര വിപുലമായ ചടങ്ങുകൾ കാണുന്നത് തന്നെ. സന്ധ്യയായപ്പോഴേക്കും മാഷും കുടുംബവും പുന്നക്കൽ തറവാട്ടിലെത്തിയിരുന്നു. നാഗപ്പാട്ടിൻ്റെ അകമ്പടിയോടുകൂടി ഭക്തിനിർഭരമായ സർപ്പംതുള്ളൽ ആസ്വദിച്ചുകൊണ്ടിരുന്ന ശിവപ്രിയയെ നോക്കി നിൽക്കുകയായിരുന്നു രഘുനന്ദനനും രവിയും. കാറ്റിൽ അലസമായി പാറി വീഴുന്ന മുടിയിഴകളും കവളിൽ പടർന്നിരുന്ന വിളക്കുകളുടെ ചുവപ്പും കൂടെ ആ വെളുത്ത പട്ടുപാവാടയും ബ്ലൗസും കൂടിയായപ്പോൾ അവൾ കൂടുതൽ മനോഹരിയായി. ഒരു ശില്പം പോലെ നിശ്ചലമായുള്ള അവളുടെ ആ നിൽപ്പ് രഘുനന്ദനും രവിക്കും തങ്ങളുടെ കണ്ണുകളെ അവളിൽ നിന്നും മാറ്റാൻ സാധിച്ചില്ല. ഉടനെ ഒരു നാഗം കാവിൽ നിന്നും ഇഴഞ്ഞു വന്ന് ശിവപ്രിയയുടെ കാലിൻ്റെ അടുത്ത് വന്ന് ഫണമുയർത്തി നിന്നു. നാഗത്തിൻ്റെ ആ നിൽപ്പും ശീൽക്കാരവും ശിവപ്രിയയിൽ ആകെ ഭീതി ഉളവാക്കി. എല്ലാവരും അനങ്ങാനാകാതെ നിൽക്കുകയാണ്. കേശവക്കുറുപ്പും സുജാതയും അത് കണ്ടറിയാതെ നിലവിളിച്ചു പോയി. എല്ലാവരെയും അതിശയിപ്പിച്ചുകൊണ്ട് ആ നാഗം ഫണം താഴ്ത്തി തിരികെ കാവിലേക്ക് തന്നെ ഇഴഞ്ഞുപോയി. എൻ്റെ നാഗദൈവങ്ങളെ എന്നറിയാതെ പലരുടെയും നാവിൽ നിന്ന് ഒരു നിശ്വാസത്തോടു കൂടിയുള്ള വിളി ഉയർന്നു. ഈ കുട്ടി ആരാണ്? എന്താണ് ഉണ്ടായതെന്ന് ശങ്കിച്ചു നിന്നിരുന്ന എല്ലാവരും ആ ശബ്ദം കേട്ടിടത്തേക്ക് തിരിഞ്ഞു നോക്കി. അത് പൂജയ്ക്ക് വന്ന ഇലങ്ങാട്ടില്ലത്തെ മുതിർന്ന തിരുമേനിയായിരുന്നു. ഇത് ശിവപ്രിയ, തറവാട്ടിലെ ഏക പെൺകുട്ടിയാണ് തിരുമേനി. അത് പറഞ്ഞത് ജയദേവൻ തിരുമേനിയായിരുന്നു.
എന്ന് നിരുത്തി മൂളിക്കൊണ്ട് അദ്ദേഹം തുടർന്നു. ഇനി അങ്ങോട്ടുള്ള കാലം കാവിൽ ഈ കുട്ടി തന്നെ വിളക്ക് കൊളുത്തട്ടെ. എന്താ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, അങ്ങനെ തന്നെ ആയിക്കോട്ടെ. അത് പറഞ്ഞത് മുത്തശ്ശിയായിരുന്നു. അത് കേട്ട് ശിവപ്രിയയും കേശവക്കുറുപ്പും സുജാതയും മുഖാമുഖം നോക്കി. പക്ഷേ നാളെ കൂടി കഴിഞ്ഞാൽ ഞങ്ങൾ തിരികെ പോകാനിരിക്കുകയായിരുന്നു. അപ്പോൾ തുടർന്നു പോകാൻ ബുദ്ധിമുട്ടാകും, കേശവക്കുറുപ്പ് പറഞ്ഞു. അത് കേട്ടതും രഘുനന്ദനൻ്റെ മുഖം ഒന്ന് വാടി. അതൊക്കെ നമുക്ക് ചടങ്ങുകൾ കഴിഞ്ഞതിന് ശേഷം ആലോചിക്കാം, മുത്തശ്ശി ഗൗരവത്തിൽ പറഞ്ഞു നിർത്തി. ചടങ്ങുകൾ പുനരാരംഭിച്ചു. കളമായ്ക്കൽ ചടങ്ങും കഴിഞ്ഞ് തിരികെ ഇരുൾ വീണ വഴിയിലൂടെ പോകുന്ന ശിവപ്രിയയുടെ കാൽ ഒരു കല്ലിൽ തട്ടി. പെട്ടെന്ന് വീഴാൻ പോയ അവൾ കയറി പിടിച്ചത് മുള്ളുകൾ നിറഞ്ഞ ഒരു വള്ളിപ്പടർപ്പിലായിരുന്നു. അവളുടെ കൈ മുറിഞ്ഞ് രക്തം നിലത്തു വീണു. വേദന കൊണ്ട് കരഞ്ഞ അവളെ എല്ലാവരും കൂടി തറവാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി മരുന്ന് വെച്ച് കെട്ടിക്കൊടുത്തു. അവളുടെ വലങ്കയിൽ മൂർച്ചയുള്ള മുള്ള് തറച്ചു കയറി നന്നേ മുറിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ സുജാതയാണ് അവൾക്ക് ഭക്ഷണം വാരിക്കൊടുത്തത്. ഭക്ഷണം കഴിക്കുന്ന വേളയിൽ ഇതൊക്കെ കണ്ട് അവളേക്കാൾ വേദനയോടെ ഇരുന്നത് രഘുനന്ദനും രവിയുമായിരുന്നു. കയ്യിൽ മുറിവ് പറ്റിയ അവളേക്കാൾ വേദന നിനക്കാണല്ലോടാ രവി, തിരികെ വരുന്ന വഴി ആകെ അസ്വസ്ഥനായിരുന്ന രവിയോടായി അമ്മ പറഞ്ഞു. ഞാനും അത് ശ്രദ്ധിച്ചു. അപ്പറഞ്ഞത് രവിയുടെ അച്ഛനായിരുന്നു. കാർ ഓടിച്ചിരുന്ന മാഷ് ഇതെല്ലാം കേട്ട് ഊറിച്ചിരിച്ചു. ചേട്ടൻ്റെയും അനുജൻ്റെയും കല്യാണം ഒരേ പന്തലിൽ തന്നെ നടത്താൻ വച്ചാ, പിറകിലിരുന്ന കൃഷ്ണേന്ദു ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. സർപ്പം തുള്ളൽ മുഴുവനായി ഒരു വെള്ളാരം കണ്ണുകളെ ആയിരുന്നില്ലേ എന്തുട്ടി നീ കണ്ടത്? അപ്പോൾ അനുജത്തിയുടെ കൂടെ കല്യാണവും ആ പന്തലിൽ തന്നെ നടത്താം അല്ലേ അച്ഛാ? ആ പറഞ്ഞത് മാഷായിരുന്നു. തുടർന്ന് ഒരു കൂട്ടച്ചിരിയും. അവളൊന്ന് നടുങ്ങി. തൻ്റെ കള്ളത്തരം ചേട്ടൻ കണ്ടുപിടിക്കുമെന്ന് കൃഷ്ണേന്ദു ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അവളുടെ കവിളുകൾ നാണം കൊണ്ട് ചുവന്നു തൊടുത്തു. മാഷ് തൻ്റെ കാൽ ആക്സിലറേറ്ററിൽ ഞെരിച്ചമർത്തിക്കൊണ്ട് കാർ അതിവേഗം തങ്ങളുടെ തറവാട്ടിലേക്ക് പായിച്ചു. രാത്രി രഘുനന്ദനന് ഉറക്കം വന്നില്ല. ശിവപ്രിയയുടെ കയ്യിലെ മുറിവും അവളുടെ വേദന കൊണ്ടുള്ള പുളച്ചിലുമായിരുന്നു അവൻ്റെ മനസ്സിൽ. കൂടെ അവൾ നാളെ തിരികെ പോകുമോ എന്ന പേടിയും. കാവിൽ ശിവപ്രിയ വിളക്ക് തെളിക്കണമെന്ന് തിരുമേനി പറഞ്ഞത് മാത്രമാണ് അവന് ഏക ആശ്വാസമായി തോന്നിയത്. മുറിവ് പറ്റിയ കയ്യിൽ അരച്ചു കയറുന്ന വേദനയുമായി ശിവപ്രിയയും ഉറങ്ങാനായി നന്നേ പാടുപെടുകയായിരുന്നു. നാഗത്തിൻ്റെ വരവുൾപ്പെടെയുള്ള അന്നത്തെ സംഭവത്തിൽ കേശവക്കുറുപ്പും സുജാതയും ആകെ അസ്വസ്ഥരായിരുന്നു. അതുകൊണ്ട് ഇരുവരും മകളുടെ കൂടെ തന്നെയാണ് അന്ന് ഉറങ്ങാൻ കിടന്നത്. ഈ സമയം കാവിലെ ഇരുളിൻ്റെ മറവിൽ നിന്നും കരിയിലകൾക്കിടയിലൂടെ ഒരു കരിനാഗം മെല്ലെ ഇഴഞ്ഞു വന്നു. അത് നേരെ വന്നതും ശിവപ്രിയയുടെ രക്തത്തുള്ളികൾ വീണ മണ്ണിനു ചുറ്റും ഒരു വലം വെച്ചുകൊണ്ട് അതിൻ്റെ മുകളിൽ തിറകൂടിയിരുന്നു. ശേഷം ഫണം ഉയർത്തിപ്പിടിച്ചു നിന്ന് ചുറ്റിനും നോക്കി. വേദനയാൽ ഉറക്കം നഷ്ടപ്പെട്ട ശിവപ്രിയയെ അവളുടെ അമ്മ തൻ്റെ മടിയിൽ കിടത്തി മുടിയിഴകളിൽ തലോടി കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ എപ്പോഴോ ഉറക്കത്തിലേക്ക് വഴുതി വീണ ശിവപ്രിയ ഒരു നിലവിളിയോടെ ഉറക്കത്തിൽ നിന്നും ചാടി എഴുന്നേറ്റു. തുടർഭാഗങ്ങൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ദയവായി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക.